വിഭാഗത്തിന്റെ 2 സീറ്റുകൾ ഏറ്റെടുക്കാം എന്ന് പറയുമ്പോഴും എന്താണ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട്? പാർട്ടി മത്സരിക്കുന്ന ഒരു സീറ്റും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ജോസഫ് വിഭാഗം. കോൺഗ്രസ് ആവശ്യത്തെ മുന്നണിക്കുള്ളിൽ ശക്തമായി എതിർക്കാനാണ് തീരുമാനമെന്നറിയുന്നു. ലേബി സജീന്ദ്രനാണ് ചേരുന്നത്. ലേബി, ആദ്യഘട്ടത്തിൽ 4 സീറ്റുകൾ ഏറ്റെടുക്കും കോൺഗ്രസ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അത് 2 സീറ്റ് വേണമെങ്കിൽ വിട്ടു നൽകാം എന്നൊരു ചർച്ചകളിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ 2 സീറ്റ് ഏറ്റെടുക്കാമെന്ന് കോൺഗ്രസിന്റെ നിലപാട് വരുമ്പോൾ എന്താണ് ജോസഫ് ഗ്രൂപ്പിന്റെ തീരുമാനമായി വരുന്നത്? ഒരു സീറ്റും വിട്ടുകൊടുക്കില്ല എന്നതാണോ? വിനീത, ഇതുവരെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ല എന്നത് വ്യക്തമാണല്ലോ. ഈ ഘട്ടത്തിലൊന്നും തന്നെ ഇത്തരത്തിലൊരു ഉപാധിയായിട്ട് മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടില്ല ഔദ്യോഗികമായി ഒന്നും തന്നെ. എങ്കിലും ഇതിന്റെ ആദ്യഘട്ട ഒരു അനൌദ്യോഗിക ചർച്ചയിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് പോകുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ 2 സീറ്റുകൾ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും ഏറ്റുമാനൂർ സീറ്റും ഇടുക്കി സീറ്റും ഒക്കെ ആയിരിക്കണം കോൺഗ്രസ് കണ്ണുവയ്ക്കുന്നത്. അതായത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരള കോൺഗ്രസിന് കഴിഞ്ഞ തവണ 10 സീറ്റുകൾ നൽകിയെങ്കിലും ഈ 2 സീറ്റുകളിൽ അത് തൊടുപുഴയിലും ഒപ്പം തന്നെ കടുത്തുരുത്തിയിലും മാത്രമാണ് വിജയിക്കാനായത്. ഈ കാര്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ്. അത് മാത്രമല്ല, ഏറ്റുമാനൂരായാലും ഇടുക്കിയിലായാലും മത്സരിക്കാൻ പ്രബലരായ സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസിന് ഇല്ല എന്നുള്ള കാരണവും കോൺഗ്രസ് ഇതിലേക്ക് ഈ സീറ്റുകൾ കണ്ണുവയ്ക്കാനുള്ള കാരണമായി നമുക്ക് എടുക്കാം. അത് മാത്രമല്ല വിനീത, കോൺഗ്രസിന്റെ മനസ്സിലുള്ള മറ്റൊരു കാര്യം കൂടെ ഇത് തന്നെയായിരിക്കണം. അതായത് 1991 മുതൽ 2010 വരെ കേരള കോൺഗ്രസ് അന്ന് LDF-നൊപ്പം നിന്ന സമയത്ത് 6 സീറ്റുകളിലാണ് മത്സരിച്ചത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്ന് അതിനുശേഷം ലയനം 2010 നടന്നു. കേരള കോൺഗ്രസ് എമ്മും ജോസഫ് വിഭാഗവും ഒരുമിച്ച് കേരള കോൺഗ്രസ് ലയനത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകളിൽ മത്സരിക്കുകയും ചെയ്തു. എന്നാൽ പിളർപ്പിന് ശേഷം 2021 വന്നപ്പോൾ LDF-ലേക്ക് പോയ കേരള കോൺഗ്രസ് എം അവിടെ 12 സീറ്റുകളിലും കേരള കോൺഗ്രസ് ഇവിടെ 10 സീറ്റുകളിലും മത്സരിച്ചു. അപ്പോൾ ഒരു അഭിമാന പ്രശ്നമായി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അത് വരികയാണ്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും PJ ജോസഫോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വയ്ക്കുന്ന 2 സീറ്റുകൾ വിട്ടുകൊടുക്കണം എന്ന് പറയുന്നതിനെ അത്ര പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ വഴിയില്ല. എങ്കിലും ഏറ്റവും ഒടുവിൽ അത് മാത്രമല്ല, ലീഗിന് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ വിനീത, പ്രത്യേകിച്ച് ജോസഫ് വിഭാഗത്തിന്റെ ഒരു നിലപാട് കൂടി പറയാം. കേരള കോൺഗ്രസ് പറയുന്ന കാര്യം, ലീഗിന് 25-ൽ നിന്ന് 2 സീറ്റുകൾ കൂടി അധികം നൽകാനുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് തങ്ങൾ മത്സരിച്ച 10 സീറ്റിൽ വെട്ടിക്കുറയ്ക്കണം എന്നുള്ള ഒരു ഉപാധി മുന്നോട്ട് വയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നുള്ള നിലപാടാണ് ഈ സമയം PJ ജോസഫിന്റെ ക്യാമ്പിലുള്ളത്, കേരള കോൺഗ്രസ് ക്യാമ്പിലുള്ളത്. ഏതായാലും ഏറ്റവും ഒടുവിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്കൊക്കെ വഴങ്ങേണ്ടി വരുമെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറായേക്കില്ല എന്ന സൂചനകളാണ് വരുന്നത്. ലേബി സജീന്ദ്രൻ അത് പങ്കുവയ്ക്കുകയാണ്. SIR നടപടികളിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM കത്ത് നൽകിയിരിക്കുന്നു.